ഉള്ളത് കയ്യിൽ പിടിച്ചുകൊണ്ട് ദുരിതാശ്വാസ മേഖലയിലേക്ക്, ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓടിയടക്കുന്ന പാവപ്പെട്ട വിലങ്ങാടിലെ ജനങ്ങളെയാണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. വേദനിപ്പിക്കുന്ന, കരളലിയിപ്പിക്കുന്ന ചില ദൃശ്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ നിന്ന വീടിൻ്റെ തൊട്ട് പുറകിൽ കൂടിയാണ് ഉരുൾ വന്ന് ചാലായി ചീളിയിലോട്ട് പോയി ഒരു കുഴിഭാഗത്തോട്ട് പോയത് കൊണ്ട് മാത്രം ഞങ്ങൾ രക്ഷപ്പെട്ടതാണ്. അപ്പുറവും ഉരുൾ പൊട്ടി, ഇപ്പുറത്തെ സൈഡും ഉരുൾ പൊട്ടി. പിള്ളേരും ഞങ്ങളും എല്ലാം കൂടെ 11 പേരുണ്ടായി. ഞങ്ങളെല്ലാവരും കൂടെ ദൈവത്തെ വിളിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുമായിരുന്നു. അങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ട കുടുംബമാണ് ഞങ്ങൾ. 11 ആൾക്കാർ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെയുള്ള ആൾക്കാരും യഥാർത്ഥത്തിൽ ടാക്സ് പേയേഴ്സ് ആണല്ലോ. അപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സിനും കിട്ടേണ്ട ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദാരുണമായ സംഭവമാണ്. വീടൊക്കെ പകുതി പോയി. വയനാട്ടിലെ അവസ്ഥ നമുക്ക് അവർക്ക് മാറാനുള്ള അവസരം കിട്ടിയില്ല. നമുക്കിവിടെ 1-2 പേരുടെ ത്യാഗം കൊണ്ട്, ഒരാളുടെ തേജസ് കൊണ്ടൊക്കെ നമുക്കൊന്ന് മാറാനായിട്ട് സാധിച്ചു. ദൈവത്തിൻ്റെ കൃപ. നിങ്ങൾ ബാക്കിയുണ്ടല്ലോ, ബാക്കിയൊക്കെ തമ്പുരാൻ തരും. ഇത്ര നോക്കിക്കൊണ്ടിരുന്ന് നമുക്കെല്ലാവരും കൂടെ ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്. നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുകയുണ്ടായി. ഈ ദുരന്ത ഭൂമിയിൽ, വെലങ്ങാടിൻ്റെ ജനങ്ങളുടെ വേദനയിൽ അവരോടൊപ്പം ചേരുവാൻ നിരവധിയായ വൈദികർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫിലിപ്പ് കവീലച്ചനും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമുക്ക് ഫിലിപ്പച്ചൻ്റെ വാക്കുകളിലേക്ക്. പ്രിയപ്പെട്ടവരെ, അതിദാരുണമായ ഒരു പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഈ സ്ഥലം വിലങ്ങാടിനടുത്തുള്ള മഞ്ഞക്കുന്ന് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ നാദാപുരത്തിനടുത്തുള്ള ഏകദേശം 20 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടെ പലപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുന്ന ഒരു ചരിത്രമുള്ള സ്ഥലമാണ്. 2019 ഇതേ സ്ഥലത്ത് തന്നെ വലിയ ഉരുൾപൊട്ടലുണ്ടായി. 4-5 ആളുകൾ മൃതിയടഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുക. അന്ന് മൃതസംസ്കാരത്തിന് ഞാനും വന്ന് പങ്കുചേർന്ന ദാരുണമായൊരു സംഭവം. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ വലിയ പേമാരിയിൽ പ്രകൃതി ദുരന്തം വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ പ്രദേശത്ത് നിങ്ങൾ എൻ്റെ പിറകിൽ കാണുന്ന ഈ സ്ഥലം ഉരുൾപൊട്ടലിൻ്റെ ഉത്ഭവ കേന്ദ്രങ്ങളാണ് കാണുന്നത്. ഇവിടെ എൻ്റെ മുമ്പിൽ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ വീടുകളും കടകളും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇന്നിത് കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത പോലെ വലിയ പാറക്കല്ലുകളും മണ്ണും വന്ന് നിറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന 13ഓളം വീടുകളാണ് ഒലിച്ചു പോയത്. ദൈവാനുഗ്രഹത്താൽ ഇവിടെ ആൾനാശം അധികമുണ്ടായില്ല എന്ന് പറയുമ്പോഴും നഷ്ടപ്പെട്ട ഒരു ജീവനെ കുറിച്ച് ഞങ്ങളൊക്കെ ദുഃഖിതരാണ്. ഇവിടുത്തെ ആളുകൾക്ക് പ്രകൃതി ദുരന്തത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ഈ വലിയ മഴ കണ്ടുകൊണ്ട് സ്വരം വ്യത്യാസം വരുന്നതുകൊണ്ട് പ്രകൃതിയുടെ ലക്ഷണങ്ങളൊക്കെ വെച്ച് ഒരു റിട്ടയറായിട്ടുള്ള അധ്യാപകൻ മത്തായി സാർ എന്ന് പറയുന്ന അധ്യാപകൻ ഇവിടെ വന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിപ്പാർപ്പിച്ച് അദ്ദേഹം മടങ്ങുന്ന വഴിക്ക് വലിയ മഴയുണ്ടായപ്പോൾ ഒരു കടയുടെ തിണ്ണയിൽ കയറി നിൽക്കുകയും ഈ ഉരുൾപൊട്ടലിൽ വന്ന വെള്ളം മുഴുവൻ ആ കടയും അദ്ദേഹത്തെയും ഉൾപ്പെടെ ഒഴുക്കിൽ കൊണ്ടുപോവുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് വേണ്ടി ഈ പ്രദേശത്തുള്ള ആളുകൾ വളരെ കഷ്ടപ്പെട്ട് ഇത്രയും സമയം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെക്കാൾ കൂടുതൽ ഇവിടുത്തെ തദ്ദേശവാസികളുടെ സ്വന്തം ഇനിഷ്യേറ്റീവിൽ അദ്ദേഹത്തെ അന്വേഷിച്ച് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ പല ഭാഗങ്ങളായി കണ്ടെത്തി എന്ന ദാരുണ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഈ ഉരുൾപൊട്ടലിൽ 2 പാലങ്ങളാണ് ഇവിടെ തകർന്നു പോയത്. അത് പുനർനിർമ്മിക്കുവാൻ വേണ്ട ആവശ്യങ്ങൾ ബഹുമാനപ്പെട്ട ഫാദർ ഫിലിപ്പ് കവീലച്ചന് നമ്മോട് പറയുകയുണ്ടായി. അച്ഛാ, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പങ്കുവെച്ചതുപോലെ ഈ പ്രദേശവാസികളുടെ ഭൗതികമായ ജീവിത സാഹചര്യങ്ങൾക്ക് വലിയ ആഘാതമാണ് ഉണ്ടായിരിക്കുന്നത്. ഇവർക്ക് കടന്നു പോകുവാനുള്ള, യാത്ര ചെയ്യുവാനുള്ള റോഡ് എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒന്നുമില്ലാതെ നഷ്ടപ്പെട്ടു.
വലിയ പാറക്കഷ്ണങ്ങൾ മാത്രമാണ് ഇവിടെ അവശേഷിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അടിയന്തരമായിട്ട് ഗവൺമെൻറ് ഇടപെട്ട് ഒരു പാലം പണിയാനുള്ള സംവിധാനങ്ങൾ ചെയ്യണം. വയനാട്ടിൽ ചെയ്തതുപോലെ തന്നെ ഇവർക്ക് അക്കരെ ഇക്കരെ കടക്കണമെങ്കിൽ മറ്റു മാർഗ്ഗങ്ങളില്ല. ഇനിയും മഴ കനത്താൽ കൂടുതൽ വെള്ളം ഇതിലെ ഒഴുകിപ്പോയാൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള താമസിക്കുന്ന ആളുകൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുള്ളത് പരിഗണിച്ച് ഗവൺമെൻറ് സത്വര നടപടികൾ സ്വീകരിക്കണം. ഇവർക്കും ഒരു പാലം പണിയാനുള്ള എല്ലാ സംവിധാനം ചെയ്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞങ്ങൾ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രദേശവാസിയായ ചേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് അപ്പച്ചൻ എന്നാണ്. ഈ ദുരന്ത സമയത്ത് നിങ്ങളെല്ലാം ഇവിടെ അടുത്തുണ്ടായിരുന്നോ? ദുരന്ത സമയത്ത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ടാണ്, അത് പിറ്റേന്ന് രാവിലെയാണ് ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ് ഇവിടെ എത്തുന്നത്. നിങ്ങൾ അടുത്തുള്ളവരായിരിക്കും? അടുത്തുള്ളവരാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്? നാശനഷ്ടങ്ങൾ ഏതാണ്ട് 11ഓളം വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ കൃഷി, മറ്റ് വളർത്തുമൃഗങ്ങൾ, ഇങ്ങനെയുള്ള, പിന്നെ ഇവിടെ ഒരു കടയുണ്ടായിരുന്നു, 2 കടകളുണ്ടായിരുന്നു. ആ കടയിലുള്ള മുഴുവൻ സാധനങ്ങളും, കോഴിക്കടയുണ്ടായിരുന്നു, പിന്നെ മറ്റ് പലചരക്ക് കടയുണ്ടായിരുന്നു. ഈ സാധനങ്ങളെല്ലാം ഫ്രീസറടക്കം എല്ലാം നഷ്ടപ്പെട്ട് ഒഴുകിപ്പോയിരിക്കുന്നു. ഇവിടെ ഒരു മാതാവിൻ്റെ ഗ്രോട്ട ഉണ്ടായിരുന്നു, ഒരു വലിയ പാറ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പം കാണുന്നതിനേക്കാൾ വലിയൊരു പാറ ഇവിടെ ഉണ്ടായിരുന്നു. ആ പാറയിൽ ഒരു ഗ്രോട്ട ഉണ്ടായിരുന്നു. ആ ഗ്രോട്ട അടക്കം എവിടെയാണെന്ന് കാണുന്നില്ല. അതിഭീകരമായ കാഴ്ചകളും സംഭവങ്ങളുമാണ് ഇവിടുത്തെ പ്രദേശവാസികൾ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. ജനങ്ങളെ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് വലിയൊരു ദുരന്തം വെലങ്ങാട് ഈ ദേശത്ത് വിതച്ചിരിക്കുകയാണ്. ചേട്ടാ, എങ്ങനെയാണ് ഈ ദുരന്തത്തെ നോക്കിക്കാണുന്നത്? ഇവിടെ ഭയങ്കരമായിട്ടും ദുരന്തമാണ് ഉണ്ടായത്. ഇതിന് മുമ്പ് ഇങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടില്ല. വെലങ്ങാടിൻ്റെ മാത്യു മാഷ് എന്നറിയപ്പെടുന്ന വെലങ്ങാടിൻ്റെ സ്വന്തം മാത്യു സാറിൻ്റെ കുടുംബത്തിൻ്റെ മുന്നിലാണ് തൻ്റെ ജീവനും നാട്ടുകാർക്ക് വേണ്ടി സമർപ്പിച്ച ദാരുണ അന്ത്യം. അതായത് ഉരുൾപൊട്ടിയ സമയത്ത് ആ മുകളിൽ നിന്ന് വരുന്ന ആ മലവെള്ളപ്പാച്ചിലിൽ കടയുടെ സമീപത്തു നിന്നും ഒഴുകിപ്പോയ ഒരു വ്യക്തിയാണ് മാത്യു സാറ്, അല്ല വെലങ്ങാടിൻ്റെ മാത്യു മാഷ്. പിതാവേ, ഇത്രയും വലിയൊരു ദുരന്തം വെലങ്ങാട് എന്ന സ്ഥലത്ത് അതിദാരുണമായി കഴിഞ്ഞ ദിവസം ഉണ്ടായി. നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ പോയി കാണുകയുണ്ടായി അവരുടെ അവസ്ഥകളും കാര്യങ്ങളും. അതുപോലെ തന്നെ ആ പ്ലേസ് സന്ദർശിച്ചു. അപ്പോൾ ഇനി അവർക്ക് 13ഓളം കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു തീരാ ദുഃഖമാണ് ഇന്നവർക്കുള്ളത്. അപ്പോൾ ഇനി അവർക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് രൂപതയുടെ ഭാഗത്തു നിന്നോ സഭയുടെ കൈത്താങ്ങായിട്ട് എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തെ നോക്കിക്കാണുന്നത്? ഇതിന് മുൻപും ഇതുപോലെയുള്ള അതിദാരുണമായിട്ടുള്ള ഉരുൾപൊട്ടലുകളും എല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കുടുംബത്തിന് എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടേണ്ടത് അത് എല്ലാ കാലത്തും നമ്മൾ നൽകിയിട്ടുണ്ട്. അവരൊരിക്കലും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ഞങ്ങൾക്ക് ആരുമില്ല എന്ന തോന്നൽ ഉണ്ടാകാത്ത വിധത്തിൽ നമ്മുടെ ആളുകളെല്ലാം ഒരു ഒരു മനസ്സുമായിട്ട് അവർ കടന്നു വരാറുണ്ട്. ഈ ഒരു ദാരുണമായ സംഭവത്തിലും ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയും ലോകത്തുള്ള എല്ലാ പ്രദേശത്തുള്ള ആളുകളും ഇവരുടെ പുനരധിവാസത്തിനായിട്ട് സഹായിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാൻ കൂടുതലായിട്ട് കഴിയും. അവരുടെ വലിയ സഹായവും നമുക്ക് ലഭിക്കുമെന്നുള്ളത് വലിയ പിന്തുണയും ആശ്വാസവുമാണ്. അതുപോലെ തന്നെ ഈ രക്ഷാകര പ്രവർത്തനത്തിന് കൂടുതൽ നേതൃത്വം നൽകിയ ഒരു വൈദികനാണ്. അച്ഛാ, ഒന്ന് ഈ സംഭവത്തെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? യഥാർത്ഥത്തിൽ ഇത് വളരെ ദാരുണമായൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആഘാതത്തിലാണ് ഇവിടുത്തെ സംഭവവികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഒരു വലിയ മലയുടെ മേളിൽ നിന്ന് ഈ ഉരുള് പൊട്ടി. അതിനു മുമ്പ് 2-3 ഉരുളുകൾ ഇതിന് മുമ്പ് പൊട്ടിയത് കൊണ്ട് ആൾക്കാർ അവെയർ ആയിരുന്നത് കൊണ്ടാണ് ഇത്രയും വലിയൊരു 10-40-50 പേരുടെ അടുത്ത് മരണപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു ഉരുൾപൊട്ടലാണ് ഈ ഒരു രീതിയിലേക്ക് നമുക്കൊരു മാഷിൻ്റെ മരണത്തിൽ അങ്ങ് അവസാനിച്ചു എന്ന് നമുക്ക് പറയാനേ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ മേഖലകളൊക്കെ ഇപ്പോൾ ജനവാസയോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. 2, നമുക്ക്
ഈ മേഖലയെ സംബന്ധിച്ച് ഇവിടെ ഒത്തിരി ആൾക്കാർ കൃഷി കൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതിനെ നേരിടാനുള്ള തരത്തിലുള്ള ഒരു എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ വൈസ് നമുക്കൊന്നും ഇവിടെ ഇല്ല. രണ്ട് ഇതിനപ്പുറത്തെ മലയിലെ വികാരിയാണ് ഞാൻ. അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ റേഞ്ചില്ല. ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ മൊബൈലിൽ കൂടെ ഉള്ള മെസ്സേജ് വാട്സാപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ മെസ്സേജ് എത്തിയതുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ പേരെ രക്ഷിക്കാനായത്. പക്ഷേ അവിടെയും ഇതേ രീതിയിൽ ഡേഞ്ചർ സോണാണ്. പക്ഷേ മഴ തുടങ്ങിയാൽ കറണ്ട് പോയാൽ പിന്നെ യാതൊരു വിധ റേഞ്ചോ കോൺടാക്റ്റോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ ഇവിടെ ഉരുൾ പൊട്ടി ഏകദേശം പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേനാണ് വാളൂക്കിൽ ഞാൻ തന്നെ ഈ കാര്യം അറിഞ്ഞു. ഇവിടെ ഇങ്ങനെ ഉരുൾ പൊട്ടിയെന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ വൈസോ അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷനോ റോഡ് മാർഗ്ഗങ്ങളോ ഒന്നും ഇല്ലാത്തത് ഈ മേഖലയെ വളരെ ദുരന്തത്തിലാഴ്ത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റേതായ തടസ്സങ്ങളും വരുന്നുണ്ട്. വയനാട്ടിലെ വളരെ ദാരുണമായ സംഭവം ആയതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് കൂടുതൽ മീഡിയയുടെ അറ്റൻഷനൊക്കെ ഇങ്ങോട്ട് വരാൻ വൈകിയതും ഇതിനെക്കുറിച്ച് പുറം ലോകം അറിയുന്നതും വളരെ ചെറിയ രീതിയിലാണ്. പക്ഷേ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് വലിയൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇവിടെയുള്ള ആൾക്കാരും യഥാർത്ഥത്തിൽ ടാക്സ് പേയേഴ്സ് ആണല്ലോ. അപ്പോൾ എല്ലാ ടാക്സ് പേയേഴ്സിനും കിട്ടേണ്ട ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദാരുണമായ സംഭവമാണ്. കാരണം ഒരു തരത്തിലും ഒരു ഒറ്റപ്പെട്ട മേഖലയായി പോവുകയാണ്. എന്തെങ്കിലും ഒരു ഉരുൾപൊട്ടും അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ പുറത്ത് അറിയിക്കാൻ പോലും പറ്റാത്ത, ഇപ്പോൾ ഈ വെലങ്ങാട് മേഖലയിൽ ഉരുൾപൊട്ടിയെന്ന് അറിഞ്ഞു, ഈ വാളൂക്കിലേക്കുള്ള ആൾക്കാരെ ഏത് മേഖലയാണെന്നവർക്ക് കറക്റ്റായിട്ടൊരു ഗ്രാഹ്യമില്ലാത്തതിനാൽ എല്ലാവരും വിളിക്കുന്നുണ്ട്, ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ടാക്സ് പേയേഴ്സായ ഇവിടുത്തെ ജനങ്ങൾ അവരർഹിക്കുന്ന ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കിട്ടാതിരിക്കുന്നത് വളരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒക്കെ വരുന്ന ഇത്രയും നാളുകളായിട്ട് വരുന്നുകൊണ്ടിരുന്ന വീഴ്ച തന്നെയാണെന്ന് നമുക്ക് പറയാം. രണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് താമസിക്കുന്ന ജനതയെ ടാക്സ് പേയേഴ്സിന് എക്സംപ്റ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് പള്ളിക്കോ അല്ലെങ്കിൽ അമ്പലത്തിനോ മോസ്കിനോ ഒന്നും അല്ലല്ലോ ഇവിടെയുള്ള ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഗവൺമെൻറ് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. ഇനിയുള്ള ഈ ദുരന്തങ്ങൾ വരുമ്പോൾ വരാതിരിക്കാനുള്ള വഴികൾ തേടാനാണ് നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കേണ്ടത്. ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ള പോലെ വന്നു കഴിഞ്ഞ് പയ്യെ എന്ത് ചെയ്യാം എന്നുള്ളതിനേക്കാൾ ഉപരി വരാതെ എങ്ങനെ ഇൻ കേസ് വരുവാണെങ്കിൽ എങ്ങനെ ഇത്ര ആൾക്കാരെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ള വഴികളെക്കുറിച്ച് അന്വേഷിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ദുരിതാശ്വാസ ക്യാമ്പിലുള്ള സഹോദരിമാർ നമ്മോടൊപ്പമുണ്ട്. അന്നത്തെ ഒരു സാഹചര്യം എന്തായിരുന്നു ചേച്ചി? ഞങ്ങൾ അന്ന് ഒരു 12 മണി ആയപ്പോഴത്തേനും വലിയ മഴയും കാറ്റും വെള്ളം വരുന്ന കണ്ട് ഭർത്താവ് ഇറങ്ങി നിന്ന് നോക്കുമ്പോൾ പറഞ്ഞു വെള്ളമെല്ലാം വല്ലാണ്ട് കലങ്ങുന്നുണ്ട്, ചെളി വേണം വരുന്നുണ്ട്, ഉരുൾ പൊട്ടുന്നൊരു സംശയമുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഫോൺ നമ്പറൊന്നും ആരുടെയും കയ്യിലില്ലായിരുന്നു. മോൻ്റെ ആയിരുന്നുണ്ടായിരുന്നു. അവൻ മലപ്പുറത്ത് തന്നെ. അവനെ എല്ലാവരും വിളിച്ച് പറഞ്ഞു അവരോട് എത്രയും പെട്ടെന്ന് മാറാൻ പറയാൻ പറഞ്ഞു. ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മ എങ്ങോട്ടേലും പെട്ടെന്ന് മാറിക്കോ എന്ന് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ട്, മണ്ടേന്ന് എന്തോ ഒരു ഒച്ച കേൾക്കുന്നുണ്ടെന്ന് ഭർത്താവിനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അന്നേരത്തേനും ഒരു സെക്ഷൻ ആദ്യത്തെ ഉരുൾ വന്ന് പെരപ്പുറത്തോട്ട് വീണു. അപ്പോഴത്തേനും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 1 മിനിറ്റും കൊണ്ട് ഇറങ്ങി മുറ്റത്തു നിന്ന് ഇറങ്ങി ഓടി മുകളിലോട്ടൊരു വീട്ടിലോട്ട് കയറി ചെന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രദേശം മൊത്തം ഇളക്കി മറിച്ച് വലിയൊരു ഉരുൾ മല പോലെ വന്ന് അങ്ങ് വീടും എല്ലാം ആയിട്ട് പോയി. ഉടുതുണി മാത്രം ഞങ്ങൾക്ക് മിച്ചമുണ്ട്. ആ ഇടയിൽ ഒരു 3 വീട് മാത്രം ഒറ്റപ്പെട്ടു. അപ്പുറം ഇപ്പുറം ഉരുൾ വന്ന് പോയതുകൊണ്ട് ആ 3 വീട് മാത്രം ഒറ്റപ്പെട്ടു. ഞങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടാൻ പറ്റിയില്ല. പിന്നെ മുകളിൽ നിന്ന് വന്ന ഉരുളാണേലും ആ വീടിൻ്റെ നേരെ വന്നതാണ്. അതെന്താ ദൈവത്തിൻ്റെ പ്രത്യേക കാരണം കൊണ്ട് അത് തിരിഞ്ഞ് ചീടിലേക്ക് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ജീവൻ കിട്ടി. ഏകദേശം എത്ര സമയമായിരുന്നു അത്? 1:15 12:45 ആദ്യത്തെ ഉരുൾ വന്നു. അത് കഴിഞ്ഞ് 1:15 ആ വലിയ ഉരുൾ വന്നു. 8 പ്രാവശ്യമായിട്ടാണ് വന്നത്. അത് ആ വീട് നമ്മൾ നിന്ന വീടെല്ലാം കൂടെ കുലുങ്ങുമായിരുന്നു. ഈ ഉരുൾ ഇങ്ങനെ വരുമ്പോൾ മണ്ടേന്ന് വരുന്ന കേൾക്കുമ്പോൾ ട്രെയിൻ വരുന്ന പോലത്തെ ഒച്ചയാണ്. ആ ഒച്ച കേട്ട് ഞങ്ങൾ ദൈവത്തെ വിളിച്ച് നമ്മളും പോയി എന്ന് പറഞ്ഞു. എങ്കിലും തമ്പുരാൻ കൂടെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എൻ്റെ പേര് ഗ്രേസി എന്നാണ് വിളിക്കുന്നത്. ത്രേസ്യ എന്നാണ് റിക്കാർഡ് പേര്. മണിക്കൊമ്പൻ എന്ന് വീട്ടുപേര് പറയും. ഭർത്താവിൻ്റെ പേര് ജേക്കബ്. ഞങ്ങൾ 12:30 ആയപ്പം ഒരു പൊട്ടിയതിൻ്റെ വെള്ളം നമ്മുടെ ചെടിയിൽ നിന്ന് വീടിൻ്റെ പറമ്പിലോട്ട് കയറാൻ തുടങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് നിന്ന് കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത വീട്ടിലെ ഒരു ചേട്ടൻ വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. ഒരു മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 2ാമത്തെ പൊട്ടി. അതും കഴിഞ്ഞ് വെള്ളം സീരിയസ് ആയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പം കരോട്ട വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പോഴത്തേക്കും ഞങ്ങൾ 35 പേരോടുണ്ട്. അടുത്ത കടവൂർ സണ്ണിയുടെ വീട്ടിൽ കൂടി. അവിടുന്ന് രക്ഷയില്ലാന്ന് കണ്ടപ്പോഴാണ് വലിയ പൊട്ടി
വെള്ളം മുകളിലോട്ടെല്ലാം ഇവരുടെ 3-4 വീട് മുഴുവൻ ഒഴിച്ചു വരുന്നത് നമ്മുടെ പറമ്പിലോട്ട്. ഇതിൻ്റെ എല്ലാം ശക്തമായിട്ട് അത് പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക്, അത്രയ്ക്ക് അവസ്ഥയാണ്. ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ പെരിയ ബഹുമാനപ്പെട്ട ഫിലിപ്പ് കവിയിലച്ചൻ ഇവരെ കണ്ടപ്പോൾ അച്ഛാ എന്താണ് കത്തോലിക്ക കോൺഗ്രസ്സിന് ഇനി ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്? തീർച്ചയായും സഭയും സമൂഹവും ഇവരോട് കൂടെയുണ്ട്. ഇവരൊറ്റപ്പെട്ട വ്യക്തികളല്ല. ഈ സമുദായം ഇവരുടെ കൂടെ തീർച്ചയായിട്ടും ഉണ്ട് എന്ന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ സമുദായ അംഗങ്ങളോടും പൊതുസമൂഹത്തോടും എനിക്ക് പറയാനുള്ളത്, ഇവരുടെ കൂടെ നമുക്ക് നിൽക്കാം. ഈ 2-3 ദിവസങ്ങൾ ഇവരെ ക്യാമ്പിൽ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചെന്ന് കഴിയുമ്പോൾ ഇവർക്കൊരു ഭവനമില്ല, ഇവർക്ക് സ്വന്തമായി കിടപ്പാടമില്ല. ആ ഒരു സ്ഥിതി നമ്മൾ മനസ്സിലാക്കി ഇവർക്കൊരു ഭവനവും കിടപ്പാടവും നമ്മൾ നിർമ്മിച്ച് കൊടുക്കുക തന്നെ ചെയ്യും. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ തലത്തിൽ അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. മാനവികതയുടെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ ഈ സഹോദരിമാരോടൊപ്പം നമ്മൾ നിന്ന് ഇവരുടെ കുടുംബങ്ങൾക്ക് ഇവർക്കൊരു വീട് നമുക്കെല്ലാവർക്കും കൂടി വെച്ച് കൊടുക്കണം. അതിനെല്ലാവരെയും സ്നേഹബുദ്ധി ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടുത്തെ സ്ഥലം MLA നമ്മോടൊപ്പമുണ്ട്. ഇവിടുത്തെ വെലങ്ങാട്ടിലുള്ള സ്ഥിതിവിശേഷങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ദുരിതാവസ്ഥകളെക്കുറിച്ച് ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുന്നതാണ്. ഇത്തവണ 2 ദിവസം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ 10-20 കേന്ദ്രങ്ങളിലായി ഉരുൾപൊട്ടിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പല മേഖലകളും ഒറ്റപ്പെട്ടു പോയിരുന്നു. പക്ഷേ ഉരുൾപൊട്ടലിൻ്റെ ഒരു ഭീഷണി മനസ്സിലാക്കി എല്ലാവരെയും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാമ്പുകൾ ആരംഭിച്ച് ഇപ്പോൾ എല്ലാവരും ക്യാമ്പിലാണുള്ളത്. പക്ഷെ അതോടൊപ്പം ആ പ്രളയത്തിൽ മറ്റൊരു കുടുംബത്തെ വിവരമറിയിക്കാനും രക്ഷിക്കാനും വേണ്ടി പോയ മാത്യു മാഷ് അതിലൊഴുക്കിൽപ്പെട്ടു പോയിരുന്നു. 2 ദിവസമായി നല്ല തിരച്ചിലുകൾ ഫയർഫോഴ്സും NDRFും നാട്ടുകാരും എല്ലാം ചേർന്ന് നടത്തിയെങ്കിലും കിട്ടിയിരുന്നില്ല. ഇന്നാണ് രാവിലെ കണ്ടെത്തിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇപ്പോൾ അവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. വൈകുന്നേരം 5 മണിക്ക് ശവസംസ്കാരം നടത്താനാണ് കുടുംബവുമായി ബന്ധപ്പെട്ടത് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഇത് നല്ല ഉയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിനോടൊപ്പം NDRFിൻ്റെ ടീം കൂടി വന്ന് ആ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. വിവിധ മേഖലകളിൽ യാത്ര അസാധ്യമാണ്. 10-18ഓളം ചെറിയ പാലങ്ങൾ തന്നെ ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കേണ്ട പ്രവർത്തനങ്ങളുണ്ട്, പുനരധിവസിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അതിൻ്റെ തയ്യാറെടുപ്പുകളിലേക്കാണ് പോകുന്നത്. പക്ഷേ കാലാവസ്ഥ വളരെ പ്രതികൂലമാണ്. ഇപ്പോഴും മഴ നിന്നിട്ടില്ല എന്ന പ്രശ്നമുണ്ട്. ഇന്നലെ തന്നെ ക്യാമ്പിലേക്ക് പോകുമ്പോൾ ഉരുൾപൊട്ടിയ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഏതായാലും അതിനെല്ലാം നേരിടാൻ ജനപ്രതിനിധികളും നാട്ടുകാർ വിശിഷ്യ അതോടൊപ്പം ഭരണ സംവിധാനവും എല്ലാം കൂടി ചേർന്ന് അത്തരം പ്രവർത്തനം നടത്തുന്നുണ്ട്. അതാണ് ഇപ്പം സൂചിപ്പിക്കാനുള്ളത്. വയനാടിൻ്റെ ദുരന്ത വാർത്ത ഇന്ന് കേരള മനസാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ അതിന് സമാനമായ രീതിയിൽ ജീവനും കൊണ്ട് ജനം താഴേക്ക് ഓടുന്ന ഒരു സാഹചര്യമാണ് വെലങ്ങാടിൽ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലിൽ സംഭവിച്ചത്. 13ഓളം കുടുംബങ്ങൾ കംപ്ലീറ്റായിട്ട്, നിരവധി വീടുകൾ കംപ്ലീറ്റായിട്ട് തകർന്നുപോയി. അതുപോലെ തന്നെ നാടിന് വേണ്ടി പ്രവർത്തിച്ച പൊതുസേവകൻ്റെ ജീവൻ ഈ നാടിൻ്റെ ജനത്തിന് വേണ്ടി അദ്ദേഹം വെടിഞ്ഞു. അതുപോലെ തന്നെ നിരവധി നാശനഷ്ടങ്ങൾ, നിരവധി ആളുകൾക്ക്, നിരവധി വാഹനങ്ങൾ, അങ്ങനെ പോകുന്നു വെലങ്ങാടിനെ ഞെട്ടിച്ച ആ വലിയ ദുരന്ത വാർത്ത. ഇന്ന് മാധ്യമ ശ്രദ്ധ എത്താതെ നിൽക്കുന്ന ഈ വെലങ്ങാട്ടിലേക്ക് ഷെക്കേന ന്യൂസ് വന്നപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ കൈകോർത്ത് ഈ വലിയ ദുരന്തത്തെ മറികടക്കുമെന്നാണ് ഒന്നായി പറയുന്നത്. ഷെക്കേന ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അനുഗ്രഹിനൊപ്പം അമലൈ ടോം, താമരശ്ശേരി.